ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൗദി ഓഹരി വിപണിയിൽ ആഗോള നിക്ഷേപകർക്കും വ്യാപാരത്തിന് അവസരമൊരുങ്ങുന്നു. താമസിയാതെ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ GCC റെസിഡന്റ് വിസയുള്ളവർക്ക് സൗദി ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ട്. സൗദിയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയാണ് പുതിയ നീക്കത്തെക്കുറിച്ച് സൂചന നൽകിയത്. സൗദിയിലെ ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർക്ക് അവസരം നൽകുന്നതിനെക്കുറിച്ച് പഠിച്ചു വരികയാണെന്ന് അതോറിറ്റി അറിയിച്ചു. താമസിയാതെ ഇതു സംബന്ധമായ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. അതോടെ ആഗോള നിക്ഷേപകർക്ക് സൗദി ഓഹരി വിപണിയിൽ അവസരമൊരുങ്ങും. നിലവിൽ സൗദികൾക്കും സൗദി റെസിഡന്റ് വിസയുള്ളവർക്കും GCC പൗരന്മാർക്കും GCC റെസിഡന്റ് വിസയുള്ളവർക്കുമാണ് ഓഹരി വിപണിയിൽ വ്യാപാരത്തിന് അനുമതിയുള്ളത്. കഴിഞ്ഞ മാസമാണ് GCC രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് സൗദിയിലെ പ്രധാന സ്റ്റോക്ക് മാർക്കറ്റായ ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയിൽ നിക്ഷേപത്തിന് വഴിയൊരുങ്ങിയത്. GCC റെസിഡന്റ് വിസയുള്ളവർ പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് താമസം മാറിയാലും വ്യാപാരം നടത്താം. ഓഹരി വിപണി ഉദാരവൽക്കരിക്കുക, വിദേശ നിക്ഷേപകരെ ആകർഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സ്റ്റോക്ക് മാർക്കറ്റായ തദാവുളിൽ വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകുന്നത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റാണ് സൗദിയുടേത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകളുടെ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങി എമിറേറ്റ്സ് എയർലൈൻസ്. പവർ ബാങ്കുകളുടെ അപകട സാധ്യത കുറയ്ക്കാനാണ് തീരുമാനം. ഈ വർഷം ഒക്ടോബർ 1 മുതൽ നിരോധനം നിലവിൽ വരും. പവർ ബാങ്കുകളുടെ ഉപയോഗം അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നതിനാൽ സമഗ്രമായ സുരക്ഷാ അവലോകനത്തിന് ശേഷമാണ് എമിറേറ്റ്സ് പവർ ബാങ്കുകളുടെ കാര്യത്തിൽ നിലപാട് അറിയിച്ചത്. പുതിയ തീരുമാനപ്രകാരം ഈ വർഷം ഒക്ടോബർ മുതൽ തങ്ങളുടെ വിമാനങ്ങളിൽ പവർ ബാങ്ക് ഉപയോഗം അനുവദിക്കില്ല. യാത്രക്കാരന് 100 വാട്ടിൽ താഴെയുള്ള ഒരു പവർ ബാങ്ക് കൈവശം വയ്ക്കാൻ അനുവാദമുണ്ടാകുമെങ്കിലും പവർ ബാങ്കിൽ നിന്ന് ഉപകരണങ്ങൾ ചാർജ് ചെയ്യാനോ വിമാനത്തിൽ നിന്ന് പവർ ബാങ്ക് ചാർജ് ചെയ്യാനോ പാടില്ല എന്നും അധികൃതർ അറിയിച്ചു. അതോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ സീറ്റ് പോക്കറ്റിലോ മുന്നിലുള്ള സീറ്റിനടിയിലെ ബാഗിലോ മാത്രമായിരിക്കണം പവർ ബാങ്കുകൾ സൂക്ഷിക്കേണ്ടത് എന്നും വിമാന കമ്പനി വ്യക്തമാക്കി. പവർ ബാങ്കുകൾ വിമാനത്തിലെ ഓവർഹെഡ് സ്റ്റോറേജ് ബിന്നിൽ വെക്കാൻ പാടില്ല എന്നും അധികൃതർ അറിയിച്ചു. യാത്രക്കിടെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ദുബായ്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന്റെ തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ജിദ്ദയിൽ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രത്യാശ നൽകുന്നതെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു. അസീസ് ലാക്കൽ അധ്യക്ഷനായിരുന്നു. ഇസ്മയിൽ കുരിപ്പൂയിൽ മുഖ്യപ്രഭാഷണം നടത്തി. UM ഹുസൈൻ, സമീർ പാണ്ടിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ ഗ്രാമമായ സെബേയിൽ വൈദ്യുതി വെളിച്ചം പകർന്ന വേൾഡ് മലയാളി ഫെഡറേഷൻ ബെനിൻ നാഷണൽ കൌൺസിൽ. ഗ്രാമത്തിലെ 15 വീടുകളിലാണ് വൈദ്യുതീകരണം പൂർത്തീകരിച്ചത്. വേൾഡ് മലയാളി ഫെഡറേഷൻ ബെനിൻ നാഷണൽ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സെബെ എന്ന ഗ്രാമത്തിലെ 15 വീടുകളാണ് വൈദ്യുതീകരണം ചെയ്തു നൽകിയത്. സോളാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ വൈദ്യുതീകരണ പ്രവർത്തനങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ഡയറക്ടർ ബോർഡ് അംഗം ഹരീഷ് നായർ നിർവഹിച്ചു. കഴിഞ്ഞ കേരള പിറവി ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കിടയിലാണ് സെബയിലെ ഗ്രാമത്തലവൻ വൈദ്യുത പ്രതിസന്ധികളെപ്പറ്റി WMF പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത്. ഗ്രാമവാസികൾ ആദ്യമായി വൈദ്യുത വെളിച്ചം കണ്ടതിന്റെ സന്തോഷത്തിൽ പാട്ടുകളും നൃത്തച്ചുവടുകളും കൃഷിഫലങ്ങളുമൊക്കെയായി WMFന് നന്ദി അറിയിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ ആഫ്രിക്ക റീജിയൻ വൈസ് പ്രസിഡന്റ് ഹെൻറി സ്റ്റാൻലി, നാഷണൽ കൗൺസിൽ ഭാരവാഹികളായ അരുൺ കുറുപ്പ്, ഹാരി, ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. ബ്ലസൻ ചെറുവക്കൽ, 24 ആഫ്രിക്ക. മലയാളികളെ മാത്രം ഉൾപ്പെടുത്തി യൂറോപ്പിലെ ആദ്യത്തെ ലയൺസ് ക്ലബിന് തുടക്കമായി. ലയൺസ് ക്ലബ് കൊച്ചി UK എന്ന പേര് നൽകിയിരിക്കുന്ന ക്ലബിൽ ആദ്യഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളായിരിക്കും അംഗങ്ങൾ. ഷോയ് കുര്യാക്കോസിനെ പ്രസിഡന്റായും ജോളി തോമസിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ടിൻഡു എബ്രഹാമാണ് ട്രഷറർ. സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായ നാഗ്പൂർ NRI വെൽഫെയർ അസോസിയേഷൻ പ്രവാസികൾക്കായി കൂടുതൽ പദ്ധതികളുമായി രംഗത്തെത്തുന്നു. പ്രവാസികൾക്ക് വിവിധ മേഖലകളിൽ നിക്ഷേപത്തിനുള്ള അവസരമാണ് അസോസിയേഷൻ ഒരുക്കുന്നത്. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഫാസ ഇൻവെസ്റ്റ്മെന്റുമായി ചേർന്നാണ് പദ്ധതികൾ നടപ്പിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ദുബായിൽ നടന്നു. റിയൽ എസ്റ്റേറ്റ്, ഹെൽത്ത് കെയർ, എനർജി തുടങ്ങി വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമായ മഫാസയുമായി ചേർന്ന് വിവിധ പദ്ധതികൾ പ്രവാസികൾക്ക് പങ്കാളികളാകാൻ ഇതുവഴി സാധിക്കും. ലോകമെമ്പാടുമുള്ള NRI സമൂഹത്തെ വികസന പ്രക്രിയയിലേക്ക് സജീവമായി ഉൾപ്പെടുത്താനും നാഗ്പൂരിലും ചുറ്റുമുള്ള മേഖലയിലേക്ക് അന്താരാഷ്ട്ര നിക്ഷേപം ആകർഷിക്കാനുമുള്ള വാതിൽ തുറക്കുന്നതാണെന്നും നാഗ്പൂർ NRI വെൽഫെയർ അസോസിയേഷൻ അധികൃതർ അറിയിച്ചു.
അമേരിക്കയുടെ ടാരിഫ് ഭീഷണിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതേസമയം അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ മരവിപ്പിച്ചുവെന്ന് റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ തള്ളി. അമേരിക്കയുടെ താരിഫ് ഭീഷണി മറികടക്കാൻ പുതിയ നീക്കങ്ങൾ ഊർജിതമാക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഫോൺ സംഭാഷണം നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഹരത്തിനു മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ മരവിപ്പിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ US സന്ദർശനം റദ്ദാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വാർത്ത പ്രതിരോധ മന്ത്രാലയം തള്ളി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് ചൈന സ്വാഗതം ചെയ്തു. പ്രശ്നപരിഹാരമാകും വരെ ഇന്ത്യയുമായി ചർച്ചകൾക്കില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. താരിഫ് ആഘാതം ഏറെ ഉണ്ടാകാനിടയുള്ള ബ്രസീലും ചൈനയും ഇന്ത്യയും യോജിച്ചുള്ള നീക്കങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗസ കീഴടക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതിക്ക് സുരക്ഷാ ക്യാബിനറ്റിന്റെ അംഗീകാരം. തീരുമാനത്തിന് പിന്നാലെ ഇസ്രായേലി നഗരങ്ങളിൽ വൻ പ്രതിഷേധമുണ്ടായി. യുദ്ധമേഖലയ്ക്ക് പുറത്തുള്ള സാധാരണക്കാർക്ക് മാനുഷിക സഹായം നൽകുന്നത് തുടരുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. സുരക്ഷാ ക്യാബിനറ്റിന് മുൻപ് തന്നെ ഗസ കീഴടക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോക്സ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ അല്ലാത്ത പുതിയൊരു ഭരണകൂടത്തെ ഭരണത്തിനായി ചുമതലപ്പെടുത്താനും സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഹമാസിന്റെ നിരായുധീകരണം, എല്ലാ ബന്ദികളെയും മോചിപ്പിക്കൽ, ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം എന്നിവയാണ് മറ്റ് ലക്ഷ്യങ്ങൾ. സുരക്ഷാ ക്യാബിനറ്റിന്റെ തീരുമാനം ഇനി സമ്പൂർണ്ണ മന്ത്രിസഭ അംഗീകരിക്കേണ്ടതുണ്ട്. അതിനിടെ സുരക്ഷാ ക്യാബിനറ്റിന്റെ തീരുമാനത്തിനെതിരെ ഇസ്രയേലിൽ പ്രതിഷേധം കനക്കുകയാണ്. യുദ്ധം വ്യാപിപ്പിക്കുന്നതിനെ വധശിക്ഷയെന്നാണ് ബന്ദികളുടെ കുടുംബങ്ങൾ വിശേഷിപ്പിച്ചത്. ശേഷിക്കുന്ന ബന്ദികളെ ബലികഴിക്കാൻ നെതന്യാഹു തയ്യാറാണെന്നതിന്റെ സൂചനയാണ് തീരുമാനമെന്ന് ഹമാസ് പറഞ്ഞു. ഗസ കീഴടക്കാനുള്ള പദ്ധതിയെ ഇസ്രയേൽ മുഖ്യ സൈനിക മേധാവി ഇയാൽ സമീറും മറ്റ് സൈനിക മേധാവിമാരും എതിർത്തിരുന്നു. എന്നാൽ സർക്കാർ എടുക്കുന്ന ഏതൊരു തീരുമാനവും സൈന്യം നടപ്പിലാക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധകാര്യമന്ത്രി ഇസ്രയേൽ കട്സ് വ്യക്തമാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദത്തിൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനെ സംശയനിഴലിലാക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം പൊളിയുന്നു. ഡോക്ടർ ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ബിൽ നെഫ്രോസ്കോപ്പുകളുടെ ഡെലിവറി ചെല്ലാൻ എന്ന് വ്യക്തമായി. ഡെലിവറി ചെയ്ത എറണാകുളത്തെ ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ണർ സുനിൽ കുമാർ വാസുദേവ് ഇക്കാര്യം 24നോട് വ്യക്തമാക്കി. തന്റെ മുറിയിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ജൂനിയർ ഡോക്ടേഴ്സ് കയറുന്നത് രഹസ്യമായല്ല എന്നും CCTV ആരോപണം തള്ളി ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാണാതായ മോസിലോസ്കോപ്പ് ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത്. ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു പെട്ടിയിൽ നിന്ന് മോസിലോസ്കോപ്പ് ഈ മാസം 2-ന് വാങ്ങിയ ബില്ലും ലഭിച്ചു. ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പളായ ഞാൻ അവിടെ പോയി അവിടെ ഒരു ഉപകരണം കാണുകയുണ്ടായി. ആ മിനിഞ്ഞാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട്, അതിൻ്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബില്ലിൽ എഴുതി വന്നിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുള്ള എന്താണ് മോസിലോസ്കോപ്പ് എന്നാണ്. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഈ വാദങ്ങൾ പൊളിച്ച് ഹാരിസിന്റെ വിശദീകരണമെത്തി. മുറിയിലുണ്ടായിരുന്നത് മോസിലോസ്കോപ്പ് അല്ലെന്നും റിപ്പയർ ചെയ്യാൻ നൽകിയ നെഫ്രോസ്കോപ്പുകളെന്നും ഡോക്ടർ അറിയിച്ചു. ഓഫീസ് റൂമിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ജൂനിയർ ഡോക്ടേഴ്സ് രാത്രിയും പകലും കയറും. ഇതാരും രഹസ്യമായി കയറുന്നതല്ലെന്നും ഹാരിസ് വ്യക്തമാക്കി. ഹാരിസിന്റെ വിശദീകരണം ശരിവച്ച ഉപകരണം റിപ്പയർ ചെയ്യാൻ ഏൽപ്പിച്ച ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷനും രംഗത്തെത്തി. നെഫ്രോസ്കോപ്പിന് പകരം മോസിലോസ്കോപ്പ് എന്ന് എഴുതിയത് സർവീസ് എഞ്ചിനീയർക്ക് പറ്റിയ പിഴവ്. ഡെലിവറി ചെല്ലാൻ മോസിലോസ്കോപ്പ് എന്നാണല്ലോ എഴുതി. അതിലെന്താ നമ്മുടെ അവിടുത്തെ സർവീസ് എഞ്ചിനീയർ തെറ്റിച്ചെഴുതി കൊടുത്താൽ അത്രേ ഉള്ളൂ. അത് നെഫ്രോസ്കോപ്പ് ആയിരുന്നു യഥാർത്ഥത്തിൽ. നെഫ്രോസ്കോപ്പ് 3 മോസിലോസ്കോപ്പ് ഇവിടെ നിന്ന് വരാനാ. ഓ, അപ്പൊ ഭയങ്കര വില. ഹാരിസിനെതിരായ നീക്കങ്ങളിൽ KGM-CTA കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. 24 തിരുവനന്തപുരം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരായ ആരോപണം കടുപ്പിച്ച് രാഹുൽ ഗാന്ധി. ചോദ്യമുയർന്നപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തു എന്നാണ് വിമർശനം. രാഹുലിന്റെ ആരോപണം ഏറ്റെടുത്ത് ഇന്ത്യ സഖ്യകക്ഷി
ഇന്ത്യ സഖ്യ പാർട്ടികൾ രംഗത്തെത്തി. എന്നാൽ ആരോപണം മുഖവിലയ്ക്കെടുക്കേണ്ടതില്ല എന്നാണ് BJPയുടെ നിലപാട്. രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവ് ആവശ്യപ്പെട്ടു. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ നടന്ന വോട്ട് അധികാർ റാലിയിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയും കടന്നാക്രമിച്ചത്. ഭരണഘടന ഉയർത്തി ആരംഭിച്ച പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നതായി വിമർശനം. BJPക്ക് വേണ്ടിയല്ല, ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്. बेंगलोर में है, लखनऊ में है, वाराणसी में है, अलग अलग जगह देश में ये लोग वोट डालने के लिए ऑथराइज्ड हैं. രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് ഇന്ത്യ സഖ്യ നേതാക്കൾ രംഗത്തെത്തി. ആരോപണം മുഖവിലയ്ക്കെടുക്കേണ്ട എന്ന നിലപാടിലാണ് BJP. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചവരാണ് കോൺഗ്രസ് എന്ന് പ്രഹ്ലാദ് ജോഷി വിമർശിച്ചു. രാഹുലിന്റെ ആരോപണം തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. 24 ചെന്നൈ. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP വിജയത്തിനും ആരോപണവുമായി LDFും UDFും രംഗത്തു വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ വോട്ടർ പട്ടികയിൽ മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തുവെന്ന് VS സുനിൽകുമാർ ആരോപിച്ചു. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് തൃശൂരിലേക്ക് മാറ്റിയത് ചട്ടപ്രകാരമല്ല എന്നും വിമർശനമുണ്ട്. തൃശൂരിലെ ക്രമക്കേടിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവും രംഗത്തു വന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് LDF നൽകിയ പരാതി അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ VS സുനിൽകുമാർ ആഞ്ഞടിച്ചത്. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് ചേർത്തതും ചട്ടപ്രകാരമല്ല. അന്നത്തെ കലക്ടറായിരുന്ന VR കൃഷ്ണയ്ക്കെതിരെയും വിമർശനം. രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിന്റെയും കൂടി പശ്ചാത്തലത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്ത് സംബന്ധിച്ച കാര്യത്തിൽ സമഗ്രമായൊരു അന്വേഷണം വളരെ ആവശ്യമായിട്ടൊരു കാര്യമാണ്. സുനിൽകുമാറിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. തൃശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് കൂടി ഉറപ്പായി അന്വേഷിക്കണം. തൃശൂരിലെ BJP വിജയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് LDFും UDFും. 24 തൃശൂർ. ഒഡീഷയിൽ മലയാളി കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് CBCI കുറ്റപ്പെടുത്തി. BJPയാണ് ഭരിക്കുന്നത് എന്ന ഓർമ്മ വേണമെന്ന് പറഞ്ഞായിരുന്നു ആക്രമണമെന്ന് ദൃക്സാക്ഷി സിസ്റ്റർ എലൈസ 24നോട് പറഞ്ഞു. ഛത്തീസ്ഗഡിനു പിന്നാലെ ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ബജ്രംഗ് ദൾ ആക്രമണം നടന്നിരുന്നു. ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് കുറ്റപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടന കാത്തുസൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം. ഭയത്തിൻ്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. ജലേശ്വറിൽ ഗ്രാമവാസിയുടെ ആണ്ടുകുർബാനയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണമെന്ന് സിസ്റ്റർ എലൈസ 24നോട് പറഞ്ഞു. ഞങ്ങൾ മതപരിവർത്തനം എന്നൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോയില്ല. ഞങ്ങളുടെ അവിടെ മരിച്ച ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാണ്. മതപരിവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഉപദ്രവിച്ചത്. ഒഡീഷ സംഭവത്തിൽ പാർലമെന്റ് കവാടത്തിൽ LDF UDF MPമാർ പ്രതിഷേധിച്ചു. സംഭവത്തിൽ ആശങ്കയുണ്ടെന്ന് ആക്രമണത്തിനിരയായവരുടെ ബന്ധുക്കൾ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഒഡീഷയിൽ കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിച്ച സംഭവത്തിൽ സംഘപരിവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും ചുട്ടുകരിച്ച ബജ്രംഗ് ദൾ ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. P. ഗോവിന്ദപിള്ള ജന്മശതാബ്ദി വാർഷികാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ നടത്തിയ നിയമവിരുദ്ധ ആക്രമണത്തെപ്പറ്റി നാം ചർച്ച തുടരുകയാണ്. ബജ്രംഗ് ഭീകരരാണ് 4 നൂറ്റാണ്ട് മുൻപ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന സുവിശേഷകനെയും അദ്ദേഹത്തിൻ്റെ 10ഉം 6ഉം വയസ്സുള്ള 2 മക്കളെയും പച്ച ജീവനോടെ ചുട്ടുകൊന്നത് എന്നതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. അവരിപ്പോഴും അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് ഇന്നത്തെ മാധ്യമ വാർത്തകൾ കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിച്ച വാർത്തകളിലൂടെ നാം കാണുന്നത്. കൊല്ലത്ത് വികൃതി കാട്ടിയതിന് 3ാം ക്ലാസ്സുകാരനെ രണ്ടാനച്ഛൻ അയൺ ബോക്സ് കൊണ്ട് പൊള്ളിച്ചു. കുട്ടിയെ CWCയിലേക്ക് മാറ്റി. ആലപ്പുഴ നൂറനാട് 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവും രണ്ടാനമ്മയും പിടിയിലായി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറനാട് SHOയോടും റിപ്പോർട്ട് തേടി. കുട്ടിയെ മുത്തശ്ശിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി.
കൊല്ലത്ത് 3ാം ക്ലാസ്സുകാരനോടാണ് രണ്ടാനച്ഛന്റെ ക്രൂരത. വികൃതി കാട്ടിയതിന് അയൺ ബോക്സ് കൊണ്ട് കാലിൽ പൊള്ളിക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മ വിദേശത്താണ്. കേസിൽ മൈനാഗപ്പള്ളി സ്വദേശി കൊച്ചനിയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയെ CWCയിലേക്ക് മാറ്റി. നൂറിനാട് 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ രണ്ടാനമ്മയും പിതാവും അറസ്റ്റിൽ. രണ്ടാനമ്മ ഷെബീനയെ കൊല്ലത്ത് നിന്നും പിതാവ് അൻസറിനെ പത്തനംതിട്ടയിൽ നിന്നുമാണ് പിടികൂടിയത്. നൂറിനാട് 4ാം ക്ലാസ്സുകാരി നേരിട്ട ക്രൂരത 24 ആണ് പുറത്തുവിട്ടത്. പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതും. നേരത്തെ CWCയും കേസിൽ ഇടപെട്ടിരുന്നു. കുട്ടിക്ക് നീതി ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പ്രതികരിച്ചു. ഇനി അവരെങ്ങും വിടത്തില്ല. കുഞ്ഞിനെ എൻ്റെ ഒപ്പം നിർത്തി വളർത്തി വലുതാക്കി വിടും, പഠിപ്പിക്കും. എന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. CWCയിൽ ഹാജരാക്കിയ കുട്ടിയെ മുത്തശ്ശിയുടെ സംരക്ഷണയിലാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. ജൈനമ്മയെ പരിചയമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചു. സെബാസ്റ്റ്യന്റെ കോട്ടയത്തെ ഭാര്യ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഇവിടെ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് നിർണായക തെളിവുകൾ ലഭിച്ചുവെന്നാണ് വിവരം. മറ്റു സ്ത്രീകളുടെ തിരോധാനങ്ങൾ കൃത്യമായ ഇടവേളകളിലാണെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ജൈനമ്മയെ പരിചയമുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞത്. ഒരു പ്രാർത്ഥനാ സംഘത്തിൽ ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് പരിചയപ്പെട്ടതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ തിരോധാനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ മറുപടി പറഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യൻ നൽകുന്ന പരസ്പര വിരുദ്ധ മൊഴികൾ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. 2012 ശേഷം സാമ്പത്തിക ഇടപാടുകൾ ബാങ്കിലൂടെ നടത്തിയിട്ടില്ല. പണം കയ്യിൽ കൊണ്ടു നടന്നാണ് കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. ബിന്ദു തിരോധാനത്തിന് ശേഷമാണ് സെബാസ്റ്റ്യൻ ഈ നീക്കം നടത്തിയത്. ഇതിനിടെ കോട്ടയത്തെ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ പരിശോധന നടത്തി. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറിൽ നിന്നും കത്തിയും ഡീസൽ വാങ്ങാൻ ഉപയോഗിക്കുന്ന ക്യാനും കണ്ടെത്തി. ഇതിന്റെ ഫോറൻസിക് പരിശോധന നടന്നുവരികയാണ്. മാസങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റ്യൻ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നിട്ടതാണ് ഈ വാഹനം. 6 വർഷത്തെ ഇടവേളയിലാണ് സ്ത്രീകളെ കാണാതായതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിലെ കാരണവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 24 കോട്ടയം. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ 4ാം ദിവസവും രക്ഷാദൌത്യം തുടരുന്നു. 226 പേരെ രക്ഷപ്പെടുത്തിയതായി വ്യോമസേന അറിയിച്ചു. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന് ഉത്തരാഖണ്ഡ് PCC അധ്യക്ഷൻ കരൺ മഹ്റ 24നോട് പറഞ്ഞു. ഗംഗോത്രിയിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 10 പേരടക്കം 22 മലയാളികളും സുരക്ഷിതരായി മടങ്ങി. മേഖലയിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. സൈന്യത്തിന്റെ 12 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനുണ്ട്. 130 രക്ഷാപ്രവർത്തകരെ ദുരന്തമേഖലയിൽ എത്തിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി കൂടിക്കാഴ്ച നടത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് उत्तराखंड कांग्रेस अध्यक्ष करण महरा 24 वहाँ कुछ पोकलेंट्स और कुछ JCB मशीन्स को उठा के वहाँ पहुँचाने की जरूरत है ताकि रेस्क्यू ऑपरेशन तेजी से हो, क्योंकि मैनुअली इट इज नॉट पॉसिबल. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. ഹർഷിൽ, നെലാങ്, മദാലി എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടന്ന 600ഓളം പേരെ രക്ഷപ്പെടുത്തി. ദുരന്ത മേഖലയിൽ ഉള്ളവർക്ക് പരസ്പരം വിവരങ്ങൾ കൈമാറാനായി സാറ്റലൈറ്റ് റേഡിയോ റിലേ ഫോൺ സൗകര്യം ഒരുക്കിയതായി കരസേന അറിയിച്ചു. ഗംഗോത്രിയിൽ കുടുങ്ങിയ മലയാളികളെ സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിലാണ് ഉത്തരകാശിയിലെത്തിച്ചത്. ക്ലൈമറ്റ് ആകെ മോശമായിരുന്നു. പിന്നെ മിലിറ്ററിക്കാർ പറഞ്ഞിട്ട് ഹെലിപ്പാഡിൽ അവർ എത്തിയത്. പിന്നെ അവരുടെ സപ്പോർട്ട് ഞങ്ങൾ ഇത്ര എത്തി. ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് ഇപ്പോഴും ഗംഗോത്രിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മറ്റൊരു വാഹനത്തിൽ തീർത്ഥയാത്ര തുടർന്ന് 13 തന്നെ നാട്ടിലേക്ക് മടങ്ങാനാണ് ഇവരുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളായ ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കുന്നു. 20 പോലീസ് ജില്ലകളിലെയും കുപ്രസിദ്ധരായ ആക്റ്റീവ് ഗുണ്ടകളിൽ ആദ്യത്തെ 10 പേരുടെ സമ്പൂർണ്ണ വിവരങ്ങളാകും ശേഖരിക്കുക. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നീക്കം. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളായ ഗുണ്ടകളുടെ പട്ടികയാണ് പോലീസ് തയ്യാറാക്കുന്നത്. നേരത്തെ ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഉൾപ്പെട്ടതും കാപ്പ ചുമത്തപ്പെട്ടവരുമായ ഗുണ്ടകളിൽ ഏറ്റവും അധികം ക്രിമിനൽ പശ്ചാത്തലമുള്ള 200 പേരുടെ വിവരങ്ങളാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കുക. ഇതിനായി ലോക്കൽ പോലീസിന്റെ സഹകരണവും രഹസ്യാന്വേഷണ വിഭാഗം തേടും. പോലീസ്, അഭിഭാഷകർ, രാഷ്ട്രീയ നേതാക്കൾ, സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഗുണ്ടകൾക്കുള്ള ബന്ധമുൾപ്പെടെ വിശദവിവരങ്ങൾ ശേഖരിക്കും. ഗുണ്ടകളുടെയും കുടുംബങ്ങളുടെയും വിവരങ്ങൾ, വിദ്യാഭ്യാസം, ജോലി, വരുമാനമാർഗം, ആസ്തി വിവരങ്ങൾ, കുറ്റകൃത്യങ്ങളിലെ പങ്കാളികൾ തുടങ്ങി 50ഓളം വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഗുണ്ടകളുടെ പേരും ഫോട്ടോയും മുതൽ രക്തഗ്രൂപ്പും ജനനത്തീയതിയും മൊബൈൽ നമ്പറും വരെയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കും.
കുറ്റകൃത്യം നടത്തി വിദേശത്തേക്ക് കടക്കുന്നത് തടയുന്നതിനായി തിരിച്ചറിയൽ രേഖകൾ, ATM എന്നിവയുടെ വിവരങ്ങളും ഉൾപ്പെടുത്തും. സമൂഹമാധ്യമങ്ങളിൽ സജീവമായ ഗുണ്ടകളാണെങ്കിൽ അക്കാര്യങ്ങളും റിപ്പോർട്ടിൽ ചേർക്കും. ഇതിനു പുറമെ കുറ്റകൃത്യത്തിലെ പങ്കാളികളുടെയും കൗമാരപ്രായക്കാരായ സുഹൃത്തുക്കളുടെയും വിവരങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. ആർ അരുൺരാജ്, 24, കൊല്ലം. BJPയുടെ ജംബോ കോർ കമ്മിറ്റിയിൽ കൂടുതൽ പേർക്ക് അതൃപ്തി. വനിതാ പ്രാതിനിധ്യം കുറഞ്ഞതിനെ ചോദ്യം ചെയ്ത് സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ രംഗത്ത് വന്നു. സ്ത്രീ പാദസേവകയല്ല, പാതയെ തന്നെ സൃഷ്ടിച്ചവളാണ് എന്ന് BJP സംസ്ഥാന വക്താക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ TP സിന്ധുമോളുടെ വിമർശനം. 24 എക്സ്ക്ലൂസീവ്. രാവിലെ 9:30യോടെയാണ് BJP കോർ കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞതിനെ പരിഹസിച്ചും വിമർശിച്ചും TP സിന്ധുമോൾ സംസ്ഥാന വക്താക്കളുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വിയോജന കുറിപ്പിട്ടത്. നാരി തു നാരായണി എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. 21 നാരായണന്മാരും ഒരു നാരായണിയും മതിയെന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പുരുഷന്മാർ പൊതുവെ അബലന്മാരായതാവും നാരായണന്മാരുടെ എണ്ണം കൂടാനുള്ള കാരണമെന്ന് വിശ്വസിക്കാം. സകല സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കാൻ കനൽ ഒരു തരി മതിയെന്നും വിമർശനം. സ്ത്രീ പാദസേവകയല്ല, പാതയെ തന്നെ സൃഷ്ടിച്ചവളാണെന്നും TP സിന്ധുമോൾ പറഞ്ഞു. സംസ്ഥാന BJPയുടെ ഏറ്റവും ഉന്നതതല സമിതിയാണ് കോർ കമ്മിറ്റി. 22 പേരുടെ BJP ജംബോ കോർ കമ്മിറ്റിയിലെ ഏക വനിത സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മാത്രവും. പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കളുടെ ആകെ പ്രതിഷേധമാണ് TP സിന്ധുമോൾ ഉയർത്തുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസ് പ്രതിയായ അറ്റൻഡർ MM ശശീന്ദ്രനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഉത്തരവിട്ടത്. തെളിഞ്ഞിരിക്കുന്ന കുറ്റം അങ്ങേയറ്റം ഗൌരവമുള്ളതാണെന്നും സർക്കാർ മെഡിക്കൽ കോളേജിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും ഉത്തരവിൽ പറയുന്നു. അതേസമയം നടപടിയിൽ സന്തോഷമുണ്ടെന്നായിരുന്നു അതിജീവിതയുടെ പ്രതികരണം. 2023 മാർച്ച് 18-നാണ് തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ വെച്ച് യുവതിയെ അറ്റൻഡർ MM ശശീന്ദ്രൻ പീഡിപ്പിച്ചത്. പിന്നീട് ഇയാൾ അറസ്റ്റിലായിരുന്നു, സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആശുപത്രി ആഭ്യന്തര വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. പിന്നാലെ ഫോറൻസിക് വകുപ്പും വിശദമായ അന്വേഷണം നടത്തി. ഇതിലും പ്രതി കുറ്റക്കാരനെന്നായിരുന്നു കണ്ടെത്തൽ. ഇതിനെ തുടർന്നാണ് ശശീന്ദ്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉത്തരവിറക്കിയത്. ചെയ്ത കുറ്റം അതീവ ഗൌരവമുള്ളതാണെന്നും ഒരു സർക്കാർ ആശുപത്രിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും ഉത്തരവിൽ പറയുന്നു. അതേസമയം പോരാട്ടത്തിന്റെ വിജയമെന്നും ശശീന്ദ്രനെ ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും അതിജീവിത പറഞ്ഞു. തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. അത്രയും പോരാടിയതിന് ഒരു ഫലം ലഭിച്ചു എന്ന് തന്നെ പറയാം. കുറേ സമരം ചെയ്തു, എല്ലാ സ്ഥലത്തും പോയി മന്ത്രിമാരൊക്കെ കണ്ടു. അപ്പം അതിലൊരു നേരിയൊരു സന്തോഷം ഉണ്ട്. പൂർണ്ണമായും നീതി ലഭിച്ചിട്ടുണ്ടോ? അപ്പം ഇല്ല, അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കോടതിയിലെ നടപടികൾ കഴിയണമല്ലോ. തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്താതിരുന്ന ഡോക്ടർ പ്രീതിക്കെതിരെ നടപടി വേണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നു. 24 കോഴിക്കോട്. മലപ്പുറം തിരൂർ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തിനശിച്ചു. മുക്കിലപ്പീടിക സ്വദേശി അത്തംപറമ്പിൽ അബൂബക്കർ സിദ്ദിഖിന്റെ വീടാണ് കത്തിനശിച്ചത്. വീട്ടുകാർ പുറത്തായിരുന്നതിനാൽ ദുരന്തമൊഴിവായി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. അബൂബക്കർ സിദ്ദീഖും കുടുംബവും പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വെച്ച് പുറത്തുപോയതായിരുന്നു. തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ എത്തി തീ അണച്ചു. ഉള്ളിലുള്ള റൂമിന്റെ ആ പ്ലഗിലാണ് കുത്തിവെച്ചിരുന്നത്. ഇതിൽ ഓണാക്കി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പുറത്തത്തെ ലൈറ്റും അപ്പുറത്തെ ലൈറ്റും, ഈ മൂന്ന് സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ കറണ്ടായിട്ട് ഓണാക്കി എടുക്കുന്നത്. പക്ഷെ ഇതിൻ്റെ സ്വിച്ച് ബോർഡിനൊന്നും ഇല്ല. അതിൻ്റെ ബോർഡും കാര്യങ്ങളും കരിഞ്ഞിട്ടുണ്ട്. ഓലമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തി നശിച്ചു. വീട്ടുപകരണങ്ങൾ, അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ, വസ്ത്രങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ എന്നിവയെല്ലാം നശിച്ചു. വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചതാണ് അപകടമെന്നാണ് ഫയർഫോഴ്സിന്റെ കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത 11.5 ഏക്കർ ഭൂമി തോട്ടം പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ആവർത്തിച്ച നേതാക്കൾ. മുസ്ലിം ലീഗിനെതിരെ ആരോപണമുന്നയിച്ച KT ജലീൽ കീടബാധ പോലെയെന്നും വിമർശനം. സമുദായത്തെ വഞ്ചിച്ചാൽ അതിനെ നശിപ്പിക്കുന്ന കീടബാധയാകാൻ മടിയില്ല എന്ന് KT ജലീലിന്റെ മറുപടി. തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് ഏറ്റെടുത്ത 11.5 ഏക്കർ ഭൂമി തോട്ടം പരിധിയിൽ ഉൾപ്പെടുന്നതാണെന്നാണ് സ്ഥല ഉടമകളിൽ ഒരാൾ താലൂക്ക് ലാൻഡ് ബോർഡിൽ മൊഴി നൽകിയത്. വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ട് ഭൂമിയുടെ തരംമാറ്റം സ്ഥിരീകരിക്കുന്നു. ഇത് വിവാദമായതോടെയാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾ രംഗത്തു വന്നത്. മുസ്ലിം ലീഗ് വാങ്ങിച്ച ഭൂമി അത് അനാവശ്യമായ വിവാദം സൃഷ്ടിച്ചുകൊണ്ട്
അതിനെ ഒരു നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുകയാണ്. ഇന്നലെ KT ജലീൽ MLA സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ലീഗ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. KT ജലീലിനെ കീടബാധയെന്ന് ഉപമിച്ച നേതാക്കൾ ദുരന്ത സമയം ഒരു സഹായത്തിനും തയ്യാറായില്ലെന്നും ആരോപണം ഉന്നയിച്ചു. രോഗ പരക്കുന്നുണ്ട്, ഇഞ്ചി കൃഷിയെല്ലാം പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കീട മാത്രമാണ് KT ജലീൽ എന്ന് പറയുന്നത്. സമുദായത്തിന്റെ മറവിൽ പാവങ്ങളെ മുസ്ലിം ലീഗ് പച്ചയ്ക്ക് പറ്റിക്കുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന കീടബാധയായി മാറാൻ യാതൊരു മടിയുമില്ലെന്നായിരുന്നു KT ജലീലിന്റെ മറുപടി. സർക്കാർ പദ്ധതിയുടെ ഭാഗമാവുകയാണ് ദുരന്തബാധിതർ ചെയ്യേണ്ടതെന്നും ജലീൽ ആവർത്തിച്ചു. 24 വയനാട്. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.